കേരളത്തിലെ മറ്റു പാർട്ടികളും അതേപോലെ തന്നെ മാധ്യമങ്ങളുമൊക്കെ ബി.ജെ.പിയെ പ്രതിക്കൂട്ടിലാക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിക്കുന്ന പല വിഷയങ്ങളിലും കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈയിടെ കന്യാസ്ത്രീയുടെ ഒരു അറസ്റ്റിൽ സംയോജിതമായി ഇടപെട്ട് ഒരു അവിടെ കുടുംബത്തിൽ സന്ദർശിച്ച് ഒരു വലിയൊരു നിലപാട് പക്വതയോടെ പ്രകടിപ്പിക്കാൻ സാധിച്ചു താങ്കൾക്ക്. അതിനു പിന്നിലെ പ്രചോദനം എന്താണ്? അല്ല, ഒന്ന് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ബി.ജെ.പിയെ അവതരിപ്പിക്കാൻ പരിശ്രമിക്കുന്നത് കേരളത്തിൽ മാത്രമാണ്. ഏറ്റവും കൂടുതൽ ഞങ്ങളൊരു മൈനോറിറ്റി വിരുദ്ധരാണ് എന്നുള്ള ഒരു സബ്ജക്റ്റ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു തൂവലായിട്ട്, അതൊരു നെഗറ്റീവ് തൂവലാണ്. ആ തൂവൽ ഞങ്ങളുടെ തലയിൽ വെക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുകയാണ്. എന്നാൽ സത്യത്തിൽ എന്താണ്? ഇത് ഷാനവാസ് ഹുസൈൻ്റെ പാർട്ടിയാണ്, ഇത് മുക്തർ അബ്ബാസ് നഖ്വിയുടെ പാർട്ടിയാണ്, ഇത് നജ്മ ഹെപ്തുള്ളയുടെ പാർട്ടിയാണ്, ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്ന മനുഷ്യൻ അവിടെ നിന്ന് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വന്ന സലാം സാറിൻ്റെ പാർട്ടിയാണ്, ഇത് നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുള്ള കുട്ടിയുടെ പാർട്ടിയാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനത്തിന് പോയിട്ടുള്ള മുംതാസ് എന്ന് പറയുന്ന ഒരു കുട്ടി, ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളെ തിങ്ങിപ്പാർക്കുന്ന, ഞങ്ങൾ കാലാകാലമായി ജയിക്കുന്ന ഒരു വാർഡ് മുംതാസിന് മത്സരിക്കാൻ ഞങ്ങൾ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ധാരാളം മുസ്ലിം ആളുകൾ ബി.ജെ.പിയിലേക്ക് വരുന്നു. ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് പറയേ വേണ്ട. തെക്കൻ കേരളത്തിലൊക്കെ അഭൂതപൂർവമായിട്ടുള്ള മുന്നേറ്റമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പൂഞ്ഞാറിലായിരുന്നു. പൂഞ്ഞാറിൽ പോയ സമയത്ത് അവിടെ മത്സരരംഗത്ത് ബഹുഭൂരിപക്ഷം വരുന്നത് ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ള ആളുകളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് തന്നെ നമ്മൾ മതസൗഹാർദ്ദത്തിന് വേദി ഒരുക്കിയിട്ടുള്ള ഒരു നാടാണ് കേരളം. പക്ഷെ ആ നാട്ടിൽ നമുക്ക് ഒറ്റ പോയിൻ്റേ ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളൂ. അതായത് രാജ്യമാദ്യം പിന്നെ മതം. ഇതാണ് കൺസെപ്റ്റ്. രാജ്യം ചുമരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റൂ. അപ്പം നമ്മളിവിടെ ഈ മതത്തിൻ്റെ വേലിക്കെട്ടുകൾക്കകത്ത് നിലകൊള്ളുന്നതിന് പകരം നമ്മൾ കുറച്ച് വിശാലമായിട്ട് ചിന്തിക്കുക. നിൻ്റെ മതം നിനക്കും എൻ്റെ മതം എനിക്കും. അതായത് ഞാൻ അമ്പലത്തിൽ പോകുന്ന ആളാണ്, ഞാൻ അമ്പലത്തിൽ പോകുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് തുറന്നു പറയാൻ സാധിക്കും. ഞാൻ ബിഷപ്പന്മാർ വരെ പങ്കെടുക്കുന്ന വേദിയിൽ പോകുമ്പോൾ ഞാൻ വലിയ കുറിയിട്ടിട്ടാണ് പോവാറ്. എനിക്ക് നമ്മുടെ ബിഷപ്പുമാർ അവരുടെ വസ്ത്രം ഇട്ടിട്ടാണല്ലോ വരുന്നത് ആണ്. പക്ഷെ ഞാൻ ഈ കുറി മാച്ച ആളുകൾ ഇവിടെ കേരളത്തിലുണ്ട്. അങ്ങനെയുണ്ടോ? അതായത് കാസർഗോഡ് മത്സരിക്കാൻ പോയ സമയത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് എന്നും നെറ്റിയിലിടുന്ന കറുത്ത കുറി മായ്ച്ചു കളഞ്ഞ് ആ കുറി കാണാതായത് കേരള രാഷ്ട്രീയം ചർച്ച ചെയ്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ പോയിന്റിലേക്ക് ഞാൻ വരുന്നത്, ഒരു ഹിന്ദു വിശ്വാസി അമ്പലത്തിൽ പോകാത്ത ആളുകൾ നാട്ടിലുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ അമ്പലത്തിൽ പോകുന്നില്ലല്ലോ. അപ്പോൾ അമ്പലത്തിൽ പോകുന്നില്ല എന്നുള്ളത് കൊണ്ട് നമുക്കതിൽ എതിർപ്പില്ല. കാരണം ചാർവാകന്റെ സിദ്ധാന്തത്തിന് പോലും അംഗീകാരം കൊടുത്ത നാടാ ഭാരതം. പോകുന്നവരും ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃകം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ക്ഷേത്ര സംബന്ധിയായിട്ടുള്ള വിഷയങ്ങളിൽ പങ്കെടുക്കുന്നവരും പങ്കെടുക്കാത്തവരുമുണ്ട്. എന്നാൽ ഹിന്ദു വിശ്വാസത്തെ എതിർക്കുക, ഹിന്ദു വിശ്വാസ കേന്ദ്രങ്ങളെ തകർക്കുക, അവിടെ ക്ഷേത്രങ്ങളിൽ കുടികൊള്ളുന്ന ചൈതന്യത്തെ വേണ്ടെന്ന് വെക്കാൻ വേണ്ടിയിട്ട് ഭരണകൂടം തന്നെ പരിശ്രമിക്കുക, അങ്ങനെയെല്ലാം ചെയ്യുന്നതിനെ ഞങ്ങൾ എതിർക്കും.